my dear students, welcome back. Hope you all are fine. Third chapter, production and cost has two parts. First part, production, and the second part, cost. Now we are going to learn about cost. Cost refers to the expenses incurred by the producer to produce goods and services. ഉൽപാദനം or production സാധ്യമാകണമെങ്കിൽ വിവിധ ഘടകങ്ങൾ ആവശ്യമാണ്. ഈ ഘടകങ്ങൾ വിനിയോഗിക്കുന്നതിനാവശ്യമായ എക്സ്പെൻസ് ആണ് കോസ്റ്റ്. ലേബറേഴ്സിന് വേജസ് കൊടുക്കണം, then റെന്റ്, ഇൻട്രസ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇതെല്ലാം വിവിധ തരം ചിലവുകളാണ്. We know that in short run some factors are fixed while others are variable. So, in the short run, there are two types of costs, fixed costs and variable costs. First, we are going to learn about total fixed cost, TFC. Rent, interest, salary of permanent staff, ഇവയൊക്കെ ഷോർട്ട് റണ്ണിൽ ഫിക്സ്ഡ് ആയിരിക്കും. സപ്പോസ് ഒരു ഫേമിൽ ഔട്ട്പുട്ട് 0 ആയാലും 10 ആയാലും 100 ആയാലും റെന്റിന് മാറ്റമില്ല. ബാങ്കിൽ നിന്നെടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റിന് മാറ്റമില്ല. പെർമനന്റ് സ്റ്റാഫിന്റെ സാലറിക്ക് മാറ്റമില്ല. അതായത് ഫിക്സ്ഡ് ഇൻപുട്സിന് വേണ്ടി ചിലവാകുന്ന തുകയ്ക്ക് മാറ്റമില്ല. The cost that a firm incurs to employ fixed inputs is called the total fixed cost. ഔട്ട്പുട്ട് എത്ര ആയാലും ഷോർട്ട് റണ്ണിൽ ഫിക്സ് കോസ്റ്റിന് മാറ്റമില്ല. സപ്പോസ് ഒരു ഫേമിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പ്രൊഡക്ഷൻ ഈസ് 0 യൂണിറ്റ്സ്, എന്നാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് എക്സിസ്റ്റിംഗ്. കാരണം ലാൻഡ്, ബിൽഡിംഗ്, മെഷീൻസ്, റെന്റ്, ഇൻട്രസ്റ്റ്, സാലറി ഓഫ് പെർമനന്റ് സ്റ്റാഫ്, ഇതെല്ലാം പ്രൊഡക്ഷൻ 0 യൂണിറ്റ് ആണെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, 1, 2, 3, 4, 5 എക്സെട്ര. അപ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് മാറ്റമില്ല. അതായത് ലാൻഡ്, മെഷീൻസ്, ബിൽഡിംഗ് തുടങ്ങിയ ഘടകങ്ങളൊന്നും ഷോർട്ട് റണ്ണിൽ വേരി ചെയ്യുന്നില്ല. അതിനാൽ ഈ ഘടകങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്പെൻസസ് പ്രൊഡക്ഷൻ 0 ആണെങ്കിലും 10 ആണെങ്കിലും 100 ആണെങ്കിലും സെയിം ആയിരിക്കും. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് നെവർ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ ഓർ 0. കാരണം ഔട്ട്പുട്ട് 0 ആണെങ്കിലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എക്സിസ്റ്റിംഗ് ആണ്. ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഫോർ എക്സാമ്പിൾ റെന്റ് പേ ചെയ്തേ പറ്റൂ. ദെൻ ഔട്ട്പുട്ട് 1 ആയാലും 10 ആയാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സെയിം തന്നെ. സോ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, TVC. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, സാലറി ഓഫ് ടെമ്പററി എംപ്ലോയീസ്, ഇതൊക്കെ വേരി ചെയ്തുകൊണ്ടാണ് ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. വേരിയബിൾ ഫാക്ടേഴ്സ് വിനിയോഗിക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന തുകയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. The cost that a firm incurs to employ variable inputs is called total variable cost. When production becomes 0, variable cost also becomes 0. For example, പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ റോ മെറ്റീരിയൽസ് വേണ്ട, ടെമ്പററി സ്റ്റാഫ് വേണ്ട, ഇവയ്ക്കൊക്കെ വേണ്ടിയുള്ള എക്സ്പെൻസും 0 ആയിരിക്കും. എന്നാൽ ഷോർട്ട് റണ്ണിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ വേരിയബിൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നു. അതിനാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. സോ total variable cost curve starts from origin or 0. In order to increase the output, the firm needs to employ more of the variable inputs. This results in an increase in total variable cost. Then total cost,
TC. Total cost is the sum of all costs incurred for production. That is TFC plus TVC. Adding the total fixed cost and the total variable cost, we get the total cost. At 0 unit of output, total fixed cost is equal to 20 and total variable cost is equal to 0. Adding TFC and TVC, we get 20 plus 0 is equal to 20. That is total cost. Then at 1 unit of output, TFC equal to 20 and TVC equal to 10. Adding TFC and TVC, we get 20 plus 10 equal to 30. That is total cost at 1 unit of output. Then 20 plus 18 equal to 38 and so on. Short run-ൽ total variable cost-ൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് കർവ് ഈസ് സിമിലർ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് അറ്റ് 0 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് total variable cost is 0. So the total variable cost curve starts from the origin. But the total cost curve is the sum of the total fixed cost and the total variable cost. The total cost curve begins from the point of TFC rather than the origin. Clear ആയോ? TC curve ഒറിജിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. TFC സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് TC സ്റ്റാർട്ട് ചെയ്യുന്നത്. Then average fixed cost, AFC. Average fixed cost is defined as the total fixed cost per unit of output. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഫിക്സഡ് കോസ്റ്റ്. AFC equal to TFC divided by Q or output. At 0 unit, AFC is undefined. Then 20 by 1 equal to 20, 20 by 2 equal to 10, 20 by 3 equal to 6.67, 20 by 4 equal to 5 and so on. TFC is a constant. Therefore, as Q increases, AFC decreases. AFC curve is a rectangular hyperbola. അതായത് ഉൽപാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് TFC വർദ്ധിക്കുന്നില്ല. TFC സ്ഥിരമാണ്. അതുകൊണ്ട് Q or ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ AFC കുറഞ്ഞു വരുന്നു. AFC കർവിന്റെ ഷേപ്പ് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. AFC കർവിന്റെ ഷേപ്പ് എന്താണ്? അതെ, റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതുപോലെ why does the curve look so എന്നും ചോദിക്കാറുണ്ട്. TFC കോൺസ്റ്റന്റ് ആയതിനാൽ Q ഇൻക്രീസ് ചെയ്യുമ്പോൾ AFC ഡിക്രീസ് ചെയ്യുന്നു. സോ AFC curve is a rectangular hyperbola. Then average variable cost, ABC. Average variable cost is defined as the total variable cost per unit of output. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വേരിയബിൾ കോസ്റ്റ്. ABC equal to TVC divided by Q. At 0 level of output, ABC is undefined. Then 10 by 1 equal to 10, 18 by 2 equal to 9, 24 by 3 equal to 8, 29 by 4 equal to 7.25, 33 by 5 is equal to 6.6, 39 by 6 equal to 6.5, 47 by 7 equal to 6.7, 60 by 8 equal to 7.5, 75 by 9 equal to 8.33,
95 by 10 equal to 9.5. Initially, ABC decrease as output increases. After a certain level of output production, ABC starts rising. The ABC curve is therefore U-shaped. കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് പഠിച്ചത് ഓർക്കുന്നോ? കൂടുതൽ ലേബറേഴ്സിനെ നിയമിച്ചത് ആദ്യം അനുയോജ്യമായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൂടി, കോസ്റ്റ് കുറഞ്ഞു. എന്നാൽ പിന്നീട് പ്രൊഡക്ഷൻ കുറഞ്ഞു, കോസ്റ്റ് കൂടി. ഇക്കാരണത്താലാണ് ABC കർവിന് യു ഷേപ്പ് ആയിരിക്കുന്നത്. Then the short-run average cost, SAC. Average cost incurred by the firm is defined as the total cost per unit of output. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ആവറേജ് കോസ്റ്റ് SAC equal to TC by Q. ABC plus AFC കാൽക്കുലേറ്റ് ചെയ്താലും AC കണ്ടുപിടിക്കാം. At zero output, SAC is undefined. At the first unit, SAC is 30 by 1 equal to 30. Then 38 by 2 equal to 19. Then 44 by 3 equal to 14.67. Then 49 by 4 equal to 12.25. And so on. Initially, SAC is falling and then SAC is rising. SAC curve is therefore U-shaped. Next one, short-run marginal cost, SMC. Marginal cost is defined as the change in total cost per unit of change in output. ഒരു ഉൽപാദന ഘടകത്തിൽ മാത്രം മാറ്റം സംഭവിച്ചതിന്റെ ഫലമായി ചിലവിലുണ്ടാകുന്ന മാറ്റമാണ് മാർജിനൽ കോസ്റ്റ്. സപ്പോസ് നമ്പർ ഓഫ് ലേബറേഴ്സ് മാത്രം ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ വേജസ് ഓരോ യൂണിറ്റ് ലേബർ ഇൻക്രീസ് ചെയ്യുന്തോറും എത്ര എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു? SMC equal to delta TC by delta Q. TC at n minus TC at n minus 1 യൂസ് ചെയ്താലും മതി. MC is undefined at zero level of output. TC at n minus TC at n minus 1 എന്ന ഫോർമുല യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. ഞാനിവിടെ TC at n minus TC at n minus 1 എന്ന ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. For the first unit, MC equal to 30 minus 20 equal to 10. Then 38 minus 30 equal to 8. 44 minus 38 equal to 6. 49 minus 44 equal to 5 and so on. Initially the SMC falls and then after a certain point it rises. SMC curve is therefore U-shaped. Cost curves in the shapes clear ayo. AFC curve is rectangular hyperbola. കാരണം TFC കോൺസ്റ്റന്റ് ആയതിനാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ AFC ഡിക്രീസ് ചെയ്യുന്നു. എന്നാൽ ABC, AC, MC ഇവ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ കുറയുകയും ഒരു നിശ്ചിത ഘട്ടത്തിന് ശേഷം കൂടുകയും ചെയ്യുന്നതിനാൽ ABC, AC, MC curves U-shaped ആണ്. Next is relationship between short-run average cost and average variable cost. Short-run average cost is the sum of average variable cost and average fixed cost. Average cost and average variable cost initially falls and then rises. The minimum point of SAC curve lies to the right of the minimum point of ABC curve. Next one, relationship between ABC and MC. As long as ABC is falling, SMC must be less than the ABC. As ABC rises, SMC must be greater than the ABC.
The SMC curve cuts the ABC curve from below at the minimum point of ABC. എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, why does the SMC curve cut the ABC curve at the minimum point of the ABC curve? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ABC ആൻഡ് MC തന്നെ എഴുതിയാൽ മതി. ABC കുറയുന്നത് വരെ SMC ABCയേക്കാൾ കുറഞ്ഞിരിക്കും. ABC വർദ്ധിച്ചു തുടങ്ങുമ്പോൾ SMC ABCയേക്കാൾ കൂടിയിരിക്കും. അതുകൊണ്ട് ABC കർവിന്റെ ഏറ്റവും താഴ്ന്ന ബിന്ദുവിലൂടെ SMC കർവ് താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SMC ആൻഡ് SAC. As long as SAC is falling, SMC is less than the SAC. When SAC is rising, SMC is greater than the SAC. SMC curve cut the SAC curve from below at the minimum point of SAC. At which point does the SMC curve cut the SAC curve? SAC curveന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റിൽ SMC curve കട്ട് ചെയ്യുന്നു. ഇതിന് കാരണം SAC കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ SMC SACയേക്കാൾ താഴെയായിരിക്കും. എന്നാൽ SAC ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ SMC SACയേക്കാൾ ഉയർന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് ലോങ് റൺ കോസ്റ്റ്. In the long run, all inputs are variable. There are no fixed costs. Long run average cost is defined as cost per unit of output. Long run average cost is equal to TC divided by Q. Long run marginal cost is the change in total cost per unit of change in output. Long run marginal cost is equal to TC at n minus TC at n minus 1. കഴിഞ്ഞ ക്ലാസ്സിൽ റിട്ടേൺസ് ടു സ്കെയിൽ പഠിച്ചു ഓർക്കുന്നുണ്ടല്ലോ. ഉൽപാദന ഘടകങ്ങളിൽ ഉണ്ടായ മാറ്റത്തേക്കാൾ കൂടിയ അനുപാതത്തിൽ ഉൽപ്പന്നം വർദ്ധിക്കുന്നതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് കൂടുതലാണെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. ഉൽപാദന ഘടകങ്ങളിൽ ഉണ്ടായ മാറ്റത്തേക്കാൾ കുറഞ്ഞ അനുപാതത്തിലാണ് ഉൽപ്പന്നം വർദ്ധിക്കുന്നതെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതായത് റിട്ടേൺസ് കുറയുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. Increasing returns to scale is observed at the initial level of production. This is then followed by the constant returns to scale and then by the decreasing returns to scale. The long run average cost curve is a U-shaped curve. As output increases, long run average cost initially falls and then after a certain point it rises. As long as AC is falling, MC must be less than the AC curve. When the AC is rising, MC must be greater than the AC. Long run marginal cost curve is therefore a U-shaped curve. It cuts the long run average cost curve from below at the minimum point of the long run average cost curve. Textual questions. The following table shows the total cost schedule of a firm. Calculate total fixed cost, total variable cost, average fixed cost, average variable cost, short-term average cost and short-term marginal cost. Output and total cost are given. First we are going to find the total fixed cost of the firm. 0 unit of production il total variable cost illa, total fixed cost ullu ennu namakariya. Here TFC and 0 unit is 10. Production എത്ര യൂണിറ്റ് ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റിന് മാറ്റമില്ല. സോ TFC at first unit is 10, second unit is 10, third unit is 10 and so on. ഷോർട്ട് റണ്ണിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് മാറ്റമില്ല. TC ഈക്വൽ ടു TFC പ്ലസ് TVC എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ TVC ഈക്വൽ ടു TC മൈനസ് TFC.
10 minus 10 equal to 0. 30 minus 10 equal to 20. 45 minus 10 equal to 35. 55 minus 10 equal to 45, and so on. Then AFC equal to TFC divided by Q. At first unit, 10 by 1 equal to 10. 10 by 2 equal to 5. 10 by 3 equal to 3.3. 10 by 4 equal to 2.5, and so on. TFC കോൺസ്റ്റന്റ് ആയതിനാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ AFC ഡിക്രീസ് ചെയ്യുന്നതായി കാണാം. Then ABC equal to TVC divided by Q. At first unit, ABC equal to 20 by 1 equal to 20. 35 by 2 equal to 17.5. 45 by 3 equal to 15. 60 by 4 equal to 15, and so on. Then SAC equal to TC by Q, or AFC plus ABC. At first unit, SAC equal to 30 by 1 equal to 30. 45 by 2 equal to 22.5. 55 by 3 equal to 18.33. 70 by 4 equal to 17.5, and so on. SMC equal to TC at n minus TC at n minus 1. 30 minus 10 equal to 20. 45 minus 30 equal to 15. 55 minus 45 equal to 10. 70 minus 55 equal to 15, and so on. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഈ ഇക്വേഷൻസ് എഴുതിയെടുത്ത് പഠിക്കുക. ഇക്വേഷൻ അറിയാമെങ്കിൽ ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാം. The following table gives the total cost schedule of a firm. It is also given that the average fixed cost of a firm is 4 units of output is rupees 5. Find the total variable cost, total fixed cost, average variable cost, average fixed cost, short run average cost, and short run marginal cost. 4th യൂണിറ്റിൻ്റെ AFC 5 എന്ന് തന്നിട്ടുണ്ട്. TFC equal to AFC into Q. 4th യൂണിറ്റിൻ്റെ TFC 4 into 5 equal to 20. 4th യൂണിറ്റിൻ്റെ TFC 20 ആണെങ്കിൽ നമുക്കറിയാം എല്ലാ യൂണിറ്റിൻ്റെയും TFC 20 ആയിരിക്കും. Then TVC equal to TC minus TFC. 50 minus 20 equal to 30. 65 minus 20 equal to 45. 75 minus 20 equal to 55. 95 minus 20 equal to 75, and so on. AFC equal to TFC by Q. ABC equal to TVC by Q. SAC equal to TC by Q. MC equal to TC at n minus TC at n minus 1. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. A firm's SMC schedule is shown in the following table. The total fixed cost of the firm is rupees 100. Find TVC, TC, ABC and SAC. TFC ഇവിടെ 100 എന്ന് തന്നിട്ടുണ്ട്. MC തന്നിട്ടുള്ളതിനാൽ നമുക്ക് TC കണ്ടുപിടിക്കാം. At 0 unit, TFC is 100. So, TC at 0 unit is TFC plus TVC equal to 100 plus 0 equal to 100. We have TC at 10 equal to TC at n minus 1 plus SMC. So, at first unit, TC equal to 100 plus 500 equal to 600. Then at second unit, TC equal to 600 plus 300 equal to 900. Then 900 plus 200 equal to
1100. Then 1100 plus 300 equal to 1400. 1400 plus 500 equal to 1900. 1900 plus 800 equal to 2700. TBC equal to TC minus TFC. ABC equal to TBC by Q. SAC equal to TC by Q. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. As you know more, you grow more. So study well. Thank you.